ലഹരിക്കെതിരെയുള്ള പോരാട്ടം അതായിരുന്നു നമ്മുടെ മുഖ്യ അജണ്ട. അതിനുവേണ്ടി കയ്യും മെയ്യും മറന്ന് പോരാടുക. ലക്ഷ്യം ഒന്നേയുള്ളൂ, നഗരത്തെ മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്നും മുക്തമാക്കുക. ഒരു ശുദ്ധികലശം, വരും തലമുറയ്ക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്ന ഒരു സേവനം. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആക്ഷൻ ഫോഴ്സിന്റെ തുടക്കം. അതെത്രത്തോളം വിജയം കണ്ടു എന്ന് പറയാൻ ഇതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ തോളോട് തോൾ ചേർന്ന് നിന്ന് ആത്മാർത്ഥമായി പ്രവർത്തിച്ച CA റസാഖ് നിങ്ങളോട് സംസാരിക്കും. ബഹുമാനപ്പെട്ട കളക്ടർ ശാലിനി മേഡത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ആക്ഷൻ ഫോഴ്സ് 2026 വലിയൊരു വിജയം തന്നെയാണ് കണ്ടത്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്കും വിതരണം ചെയ്യുന്നവർക്കും ഈ കഴിഞ്ഞ 1-2 ആഴ്ചക്കാലം എന്ന് പറയുന്നത് ഉറക്കമില്ലാത്ത രാത്രികളാകാൻ കഴിഞ്ഞു എന്നത് ഈ മിഷന്റെ വിജയം തന്നെയാണ്. വളർന്നു വരുന്ന തലമുറയെ ഈ വലിയ വിപത്തിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ ഈ ആക്ഷൻ ഫോഴ്സ് 2026 അക്ഷരാർത്ഥത്തിൽ കേരള പോലീസിനും അതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയ ബഹുമാനപ്പെട്ട നമ്മുടെ ജില്ലാ കളക്ടർ ശാലിനി മേഡത്തിനും ലഭിച്ച വിജയത്തിന്റെ ഒരു പൊന്തൂവൽ തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. രാസലഹരി പോലുള്ള മാരകമായ വിഷം വിതരണം ചെയ്യുന്നവരെയും ഉപയോഗിക്കുന്നവരെയും കൈയോടെ പിടികൂടുക എന്നത് മാത്രമല്ല ഞങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ അടിവേരുകൾ അടിയോടെ അറുക്കുക. ഒരിക്കലും മുളച്ചു വരാത്ത രീതിയിൽ അതിനെ നിശേഷം ഇല്ലാതാക്കുക. ഈ ഒരു രീതിയിലുള്ള പ്ലാനിങ്ങോട് കൂടിയുള്ള മുന്നേറ്റം തന്നെയായിരുന്നു ആക്ഷൻ ഫോഴ്സിന്റെ വിജയവും. മാഡം, യെസ്, ആക്ഷൻ ഫോഴ്സിന്റെ ഫീഡ്ബാക്ക് ഇതുവരെ പറഞ്ഞില്ല. ഫീഡ്ബാക്ക് നഗരത്തിലെ മയങ്ങുന്ന മനസ്സുകൾക്ക് ഒരു പുതുവെളിച്ചം നൽകാനായി ഈ തിരുവനന്തപുരം നഗരത്തിൽ രാത്രി 1 മണിക്കോ 2 മണിക്കോ ഒരു സ്ത്രീയോ പെൺകുട്ടിയോ ഒറ്റയ്ക്ക് വന്ന് പെട്ടുപോയാൽ അവർ കൃത്യമായി പേടിയില്ലാതെ വീട്ടിൽ സുരക്ഷിതമായി എത്താൻ പറ്റുമെന്ന് തെളിയിച്ചു എന്നത് തന്നെയാണ് ഈ ആക്ഷൻ ഫോഴ്സിന്റെ വിജയവും. മാത്രമല്ല, 3 ആഴ്ച കൊണ്ട് ഈ നഗരത്തിൽ നിന്നും മാത്രം പിടിച്ചെടുത്ത ലഹരിയുടെ കണക്ക് കേൾക്കണ്ടേ? റസാഖ്, ഇവരുകൂടെ കേൾക്കട്ടെ കണക്ക്. നമ്മൾ എന്ത് ചെയ്തു എന്ന് ജനങ്ങൾ അറിയേണ്ടത് ഇവരിലൂടെയാണ്. യെസ് മാഡം. നമ്മുടെ രാജ്യത്ത് ഏറ്റവും അധികം ലഹരി കേസുകൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളമാണ്. അതിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് എറണാകുളമാണെങ്കിൽ കുറ്റവാളികളായ മയക്കുമരുന്ന് മൊത്ത വിതരണക്കാർ കൂടുതലുള്ളത് തലസ്ഥാനമായ നമ്മുടെ ഈ തിരുവനന്തപുരത്ത് തന്നെയാണ്. 2016-ൽ 1926 കേസുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്നത്, അതായത് 2026-ലെത്തിയപ്പോൾ 1,00,000 കടന്നു എന്ന് തന്നെ പറയാം. കൃത്യമായിട്ട് പറഞ്ഞ 36,314. ഈ വലിയ കണക്കിന്റെ ഷോക്ക് തന്നെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കളക്ടർ ശാലിനി മേഡത്തെ കൊണ്ട് ലഹരിക്കെതിരെയുള്ള ആക്ഷൻ ഫോഴ്സ് 2026 രൂപീകരിക്കാൻ പ്രേരിപ്പിച്ചതും. ആരംഭിച്ച് വെറും 3 ആഴ്ച കൊണ്ട് 15 കോടിയിലധികം ലഹരി ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ തലസ്ഥാനത്ത് നിന്ന് മാത്രം പിടിച്ചെടുക്കാൻ കഴിഞ്ഞത്. 5,353 കേസുകൾ, 5,736 അറസ്റ്റുകൾ, 3,706 ഗ്രാം MDMA, 392 കിലോഗ്രാം കഞ്ചാവ്,